السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي أفاض على عبده نعمة وكتب على نفسه الرحمة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنهم فراق. ബഹുമാന്യരായ ഈ മഹല്ലിലെ ഉപ്പമാരെ ഉമ്മമാരെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, എല്ലാ പ്രായത്തിലുള്ള ആളുകളും സന്തുലിതമായി കാണുന്ന പലയിടങ്ങളിലും ഇങ്ങനെ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും ഇങ്ങനെ സന്തുലിതമായ ഒരു സദസ്സ് അടുത്തൊരു തലമുറയെ കുറിച്ച് ആശങ്കപ്പെടുന്ന എന്ന് ആശങ്കപ്പെടുന്ന കാരണവന്മാരെയും അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരെയും കുട്ടികളെയും എല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. മഹല്ലിന്റെ ആ സംവിധാനവും അതിൻ്റെ നടത്തിപ്പ് രീതികളും എല്ലാം ഏറ്റവും നല്ല രീതിക്ക് തന്നെ നല്ല നിലക്ക് തന്നെ സദസ്സ് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു നിലനിർത്തി പെരുമാറാവട്ടെ. മനുഷ്യന്റെ ജീവിതം അതിന്റെ ഓരോ അരികുകളും ഓരോ സ്റ്റെപ്പുകളും മനുഷ്യന് ഈ ജീവിതം തന്ന പടച്ചവൻ കൃത്യമായി പഴുതുകൾ ഏതുമില്ലാതെ നിരന്തരം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന മണ്ണ് നമ്മളെ കുറിച്ച് സംസാരിക്കും. ഭൂമിക്ക് ചില വർത്തമാനങ്ങൾ പറയാനുണ്ട്. റബ്ബിന്റെ ഒരു ഓർഡറിനായിട്ട് കാത്തിരിക്കുകയാണ് ഭൂമി.
അതിന് ചില റെക്കോർഡുകളൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയേണ്ടതുണ്ട്. എരഞ്ഞിക്കൽ എന്ന ഈ പ്രദേശത്ത് ജനിച്ച് ഇവിടെ കളിച്ച് വളർന്ന ഇവിടെ നടക്കുന്ന മനുഷ്യന്മാരും അവരെ കുറിച്ചെല്ലാം ഈ മണ്ണിൽ നിന്ന് ചില വർത്തമാനങ്ങൾ കഴിഞ്ഞില്ല. നമ്മൾ തന്നെയും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരം തന്നെയും നമ്മളെ കുറിച്ച് പറയുന്ന ചില യാസീൻ നമ്മളത് കൂടുതലും ഓടിക്കേൾക്കാറുള്ളത് മരിച്ച ആളുകളുടെ അടുക്കൽ, നല്ലത് ഓതേണ്ടത് ശരിക്കും ജീവനുള്ള ആളുകൾക്ക് എന്നാൽ അയാൾക്ക് അയാളുടെ ജീവിതത്തിലും നാളെ ഖബറിലും വെളിച്ചുണ്ടാവും. ആ സൂറത്ത് യാസീനിലെ ഒരു ആയത്ത് നമുക്ക് അറിയാവുന്നതായ اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون اليوم نختم على أفواههم ഇന്നേ ദിവസം നാം ഇതാ അവരുടെ വായകൾക്ക് സീൽ വെക്കുകയാണ്. وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ദുനിയാവിലെ അവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കുന്നു, അവരുടെ കാലുകൾ നമ്മളോട് സാക്ഷ്യം പറയുന്നു. അത് അവരുടെ കൈ, നമ്മളുടെ കാല്. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം സാധാരണ മനുഷ്യന്മാര്, നാട്ടുകാർ കാണുന്നുണ്ടോ, പപ്പ കാണുന്നുണ്ടോ, ഉമ്മ അറിയുന്നുണ്ടോ, കുടുംബക്കാരറിയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. എന്റെ 2 കൈകൾ എന്റെ കൂടെ ഉണ്ടല്ലോ, ഈ കാലുകൾ എന്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ എവിടെ പോയാലും ഈ കാല് മാറ്റി വെച്ചിട്ടല്ല ഞാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്താലും ഈ കാലുകളും കൈകളും എന്റെ ശരീരത്തിന്റെ അവയവങ്ങളും എന്റെ തൊലിയും എല്ലാം എന്റെ കൂടെ തന്നെ ഉണ്ട്. ആരെയൊക്കെ മറച്ചു വെച്ചാലും ആര് കാണരുതെന്ന് വിചാരിച്ചാലും ഈ സാക്ഷികൾ എന്റെ കൂടെ ഉണ്ട്. ഈ കൈ പറയും. അങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കൽ വളരെ കാണുന്നുണ്ട്. നമ്മളെ കൂടെ ഒരാൾ വരുന്നത് പോലെ നമ്മൾ സൂക്ഷിക്കണം നമ്മളുടെ ഈ കൈകളെ, ഈ കാലുകളെ. അവര് നാളെ പറയും. അത് നാവിന്റെ വർത്തമാനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള വോയിസും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഓരോ ചലനങ്ങളും, അവന്റെ സംസാരവും പെരുമാറ്റവും, അവന്റെ നോട്ടവും, അവന്റെ ഇരുത്തവും, അവന്റെ കൊടുക്കലും വാങ്ങലും എല്ലാം കൃത്യമായി കണക്കുകളുണ്ട്, രേഖകളുണ്ട്. അതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം മനുഷ്യന്റെ സംസാരവും പെരുമാറ്റവും, അവന്റെ വ്യക്തിപരമായ ജീവിതവും, അവന്റെ കുടുംബ ജീവിതവും, അവന്റെ സാമൂഹിക ജീവിതവും എല്ലാം സംശുദ്ധമായിരിക്കണം. അങ്ങനെ എല്ലാ മേഖലകളും ശുദ്ധമാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ സാമ്പത്തികം. അവിടെ പലരും തെറ്റും. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാളുടെ പ്രസംഗം കേട്ടിട്ട്, വയന്ന് കേട്ടിട്ട്, ഓ വലിയ പണ്ഡിതനാണ്, അയാളുടെ താടിയുടെ നീളം കണ്ടിട്ട് വലിയ തഖ്വയുള്ളവനാണ് എന്ന് പറയണ്ട. ബിരിയാണിക്ക് മുകളിൽ അയാൾ കയറ്റിയെടുത്ത പാന്റിന്റെയോ തുണിയുടെയോ അളവ് നോക്കിയിട്ട് നല്ല മുത്തഖിയാണല്ലോ, നല്ല പണ്ഡിതനാണല്ലോ എന്ന് നിങ്ങൾ ആരെക്കുറിച്ചും പറയണ്ട. ഒരാള് ദീനിൽ അറിവ് നേടിയിട്ടുണ്ടോ, അയാൾക്ക് തഖ്വയുണ്ടോ എന്നറിയണമെങ്കിൽ അയാൾ നാട്ടിൽ ഒന്ന് അന്വേഷിക്കണം. ഇടപാടുകൾ അങ്ങനെ കൊടുത്താൽ കിട്ടുമോ? കടം കൊടുത്താൽ തിരിച്ചു കിട്ടുമോ? പിടിയെന്ന് പൈസ സാധനം വാങ്ങിക്കൊണ്ടുപോയിട്ട് പറ്റില് അവിടെ എഴുതി വെച്ചിട്ട് അത് കൃത്യസമയത്ത് കൊണ്ടുപോയി കൊടുക്കുമോ? അവിടെ പരിശോധിച്ചാൽ അറിയാം ഒരാളുടെ ആ മാന്യത അവിടെ അറിയാൻ പറ്റുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ, കൊടുക്കലുകളിൽ, വാങ്ങലുകളിൽ ഒക്കെ എന്താണ് നമ്മളുടെ നിലപാട് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിരിക്കണം. അത് ശുദ്ധമല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. നമസ്കാരം കൊണ്ട് കാര്യമില്ല,
നോമ്പ് കൊണ്ട് കാര്യമില്ല, ഒന്നുകൊണ്ടും കാര്യമില്ല. സാമ്പത്തികം ക്ലിയർ അല്ല. നമുക്ക് വിഹിതപ്പെട്ടതല്ലാത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അറബിയാണ് നമ്മൾ പറയുന്നത് ഹലാൽ. നമുക്ക് ഹലാലല്ലാത്ത ഒരു റുപ്യ നമ്മളുടെ പോക്കറ്റിലോ നമ്മളുടെ അക്കൗണ്ടിലോ ഉണ്ടെങ്കിൽ വലിയ പ്രയാസങ്ങളാണ്. ഇത് ചെറിയ സംഗതിയല്ല. ഖുർആനിൽ നിങ്ങൾ നോക്കൂ, ഖുർആനിലെ ഏറ്റവും നീളമുള്ള ആയത്ത്, ഏറ്റവും വലിയ ആയത്ത്, ഖുർആനിലെ ഏറ്റവും നീളമുള്ള വലിയ ആയത്ത് ഏതാണ്? ആയത്തുൽ ദൈനാണ്, സൂറത്തുൽ ബഖറയിൽ. നിങ്ങൾ സൂറത്തുൽ ബഖറ എങ്ങനെ മറിച്ച് ഇങ്ങനെ നോക്കിയാൽ ഒരായത്ത്, ഒരു പേജ് നിറച്ചും ഒരായത്ത്. അതിൽ പറയുന്ന കാര്യം എന്താ? അതിൽ പറയുന്നത് കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച്, മനുഷ്യന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ്. അവിടെ ആ ആയത്തിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുണ്ടോ, എനിക്കുള്ളതല്ലാത്തത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്ത്. വമാൽ മിൻ ഐന കസബ, എവിടുന്നാണ് ഇത് സമ്പാദിച്ചത്, എങ്ങനെ ഉണ്ടാക്കി? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കി? എവിടുന്നാണ് ഇത് ഉണ്ടാക്കിയത്? എവിടെയൊക്കെയാണ് ഇത് ചെലവഴിച്ചത്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ സമ്പത്തിനെ കുറിച്ച് പഠിച്ചവരോട് നമുക്ക് പറയേണ്ടതുണ്ട്. പറയാതെ കാല് അനക്കാൻ പറ്റില്ല. ഒരു കാലടി എടുത്തിട്ട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സമ്പത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവന് അവന് തഖ്വയുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും? ഏറ്റവും കൂടുതൽ നമ്മളുടെ സൂക്ഷ്മത കാണിക്കേണ്ടത് ആ സാമ്പത്തിക ഇടപാടുകൾ. സമ്പത്ത് എന്ന് പറയുന്നത് പടച്ചവൻ ഭൂമിയിൽ മനുഷ്യന് അടിസ്ഥാനമായി അവന്റെ അസാസായി നൽകിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. സമ്പത്ത് ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പ്രാർത്ഥന. റസൂലുള്ളാഹി എപ്പോഴും പ്രാർത്ഥിച്ചു, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. പടച്ചവനെ നിങ്ങൾക്ക് ദുനിയാവിൽ ഏറ്റവും നല്ലത് തരണേ എന്ന് പറഞ്ഞാൽ എന്താ? സമ്പത്തും അതേപോലെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരണം. ഏറ്റവും ഹൈറായിട്ടുള്ള ജീവിതം തരണം. സമ്പത്തുണ്ടാക്കണം. ആ സമ്പത്ത് മനുഷ്യന്റെ അടിസ്ഥാനമാണ്. ഓരോ ചെറുപ്പക്കാരും ഓരോ കുട്ടികളും കൗമാരക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങേണ്ടവരല്ല. നമ്മൾ ക്രിയാത്മകമായി കർമ്മശേഷിയുള്ളവരായി എഴുന്നേറ്റ് നമ്മളുടെ വിദ്യാഭ്യാസത്തിലും നമ്മളുടെ എന്താണോ നമ്മളുടെ കഴിവുകൾ മനസ്സിലാക്കി അതിലൂടെ മുന്നേറി സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളത് അത് നമ്മളുടെ അടിസ്ഥാനമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ. അല്ലാഹു ചിലർക്ക് കുറെ കൊടുക്കും, ധാരാളം കൊടുക്കും. ചിലർക്ക് വിശാലമായിട്ട് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം വിശാലമാക്കി കൊടുക്കും. എന്നാൽ വേറെ ചിലർക്ക് വ യഖ്ദിർ, അതൊന്ന് റബ്ബ് ഒന്ന് പിടിച്ചു വെക്കും. ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, കുറെ കിട്ടിയ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് നൽകിയ ആളുകൾ അതിൽ അമിതമായി ആഹ്ലാദിക്കണ്ട. അത് കുറഞ്ഞു പോയ ആളുകൾ അവർക്ക് വലിയ നിരാശയും വേണ്ട എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സമ്പത്ത് മുഴുവനും കുറച്ച് ആളുകളിൽ കടന്നിങ്ങനെ കറങ്ങുന്ന ക്യാപിറ്റലിസത്തിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രമല്ല ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ആ സമ്പത്ത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇന്നലെ ആരുടെയോ കയ്യിലായിരുന്നു, ഇന്ന് എന്റെ കയ്യിലാണ്, നാളെ മറ്റൊരാളുടെ കയ്യിലാണ്. അത് എന്റെ കയ്യിലാകുമ്പോൾ അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ആ സമ്പത്തിനെ വിനിയോഗിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പങ്കുവെക്കപ്പെടേണ്ടതാണ് എന്നും അതിന് അവകാശികളുണ്ട് എന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യ നിർമാർജനം, നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവരുത്,
പട്ടിണി വിഭാടനം ചെയ്യണം. പട്ടിണി ഉണ്ടാവാൻ പാടില്ല, ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല. അതിനെന്താണ് സംവിധാനം? ആ സംവിധാനത്തെയാണ് നമ്മൾ സക്കാത്ത് എന്ന് വിളിക്കുന്നത്. സക്കാത്തിന്റെ സംവിധാനം കൃത്യമായി ഒരു നാട്ടിൽ നടന്നുപോയാൽ ആ നാട്ടിൽ ദരിദ്രരുണ്ടാവുകയില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുക. അത് കൃത്യമായി നടക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് അത് കൊടുക്കണം. അത് വാങ്ങുന്ന ആളുകൾ, അർഹരായിട്ടുള്ള ആളുകൾ തന്നെ അത് വാങ്ങുകയും വേണം. അപ്പൊ അത് കൃത്യമായി നടന്നാൽ, ആ സംവിധാനം കൃത്യമായി നടന്നാൽ ഒരു നാട്ടിൽ പിന്നെ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഖലീഫമാരുടെ കാലത്തെല്ലാം സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായി. സക്കാത്ത് ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും കുന്നുകൂടി ഇങ്ങനെ സക്കാത്ത് കമ്മിറ്റിയിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അത് ആർക്ക് കൊടുക്കണമെന്നറിയാതെ, അവകാശികളെ കണ്ടെത്താനാവാതെ ആ സക്കാത്തിന്റെ സമ്പത്ത് അവിടെ കെട്ടിക്കിടന്ന ചരിത്രം ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം വളരെ കൃത്യമായി ശാസ്ത്രീയമായി പടച്ചവനിലൂടെ, റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ട സംവിധാനങ്ങളിലൂടെ അത് കൃത്യമായി നടപ്പിലാക്കിയത് കൊണ്ടാണ് അതുണ്ടായത്. എത്രയേറെ, എന്തിനേറെ എനിക്കൊരു വയലുണ്ട് എന്ന് നോക്കുക. വയൽ, ആ പാടത്ത്, ആ വയലിൽ വന്നിട്ട് ഞാൻ അവിടെ കുറച്ച് നെൽകൃഷി നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ ആ നെൽകൃഷിക്ക് ഒരു 600 കിലോ 6 ടൺ അതിൽ നിന്ന് എനിക്ക് കിട്ടും. അങ്ങനെയുള്ള ആ പാടത്ത് എൻ്റെ നെല്ല്, എൻ്റെ വയല്, ഞാൻ അവിടെ വിതച്ചത്, ഞാനാണ് അവിടെ വളം ഒരുക്കിയത്, അവിടെ ജോലിക്കാരെ ഏൽപ്പിച്ചത്. പക്ഷേ ആ നെൽപ്പാടത്തിന്റെ വയലിന്റെ കരയിൽ വന്നിട്ട് നാട്ടിലെ മിസ്കീനിനും ഫക്കീറിനും പറയാൻ അവകാശമുണ്ട്. എന്നെ നോക്കിയിട്ട് പറയാം, എനിക്ക് ഞാനാണ് അതിന്റെ മുതലാളി, എന്റെ കുറച്ച് നെല്ല് നിങ്ങളുടെ പറമ്പിൽ, നിങ്ങളുടെ വയലിൽ ഉണ്ടല്ലോ എന്ന് അയാൾക്ക് അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം. എന്റെ പറമ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അത്രത്തോളം അവകാശം ഇസ്ലാം കൊടുക്കുക. അതൊരു അവകാശമാണ്, അതൊരു ഔദാര്യമല്ല. അവരിൽ നിന്ന് നിങ്ങൾ സ്വതക്ക സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ആ സ്വതക്ക എന്ന് പറഞ്ഞാൽ സക്കാത്താണ്. തുസക്കീഹിം, അത് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ്. തുസക്കീഹിം എന്ന് പറഞ്ഞാൽ അവരെ സംസ്കരിക്കാൻ, അവരുടെ സമ്പത്ത് സംസ്കരിക്കാൻ, അവരുടെ മനസ്സും സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സക്കാത്ത് എന്ന സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയത്. അത് കൊടുക്കാത്ത ആളുകൾ, അതിന് അർഹതപ്പെട്ട ആളുകൾ, അതിന് ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ അത് കൊടുക്കാതിരുന്നാൽ അയാൾ വേറെ എന്ത് ചെയ്തിട്ടെന്താ കാര്യം? അയാള് ഇങ്ങനെ ഓരോ കളക്ഷനൊക്കെ വരുമ്പോ, ഓരോ പിരിവൊക്കെ വരുമ്പോൾ അതിൽ 10 രൂപ ഇടുന്നുണ്ടാവും, 20 രൂപ ഇടുന്നുണ്ടാവും. ഒക്കെ വെറുതെയാണ്. ഫർള് നിസ്കരിക്കാതെ, ളുഹ്ർ നിസ്കരിക്കാതെ ഒരാള് രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ഫർള് പ്രധാനപ്പെട്ടതാണല്ലോ. ഫർള് അത് കഴിഞ്ഞിട്ടുള്ള സുന്നത്ത്. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സംഗതി കൊടുക്കാതെ, അത് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു മനുഷ്യൻ അത് കൊടുക്കാതിരിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ, മറ്റുള്ള ആരാധനാ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താ? വേറൊരുത്തന്റെ അവകാശമാണ് എന്റെ പോക്കറ്റിലുള്ളത്. നമ്മൾ ഹറാമ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കേണ്ട വേറൊരാളെടുത്ത് നിന്ന് നമ്മൾ മോഷ്ടിച്ചെടുത്തതോ പിടിച്ചു പറിച്ചെടുത്തതോ മാത്രമേ ഹറാമായിട്ടുള്ള സമ്പത്ത് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നമ്മളുടെ സ്വത്തിൽ മറ്റൊരാൾക്ക് അവകാശമുള്ളതായിട്ടുള്ള സക്കാത്ത് അത് കൃത്യമായിട്ട് കണക്ക് കൂട്ടി നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളുടെ സമ്പത്ത് ഹറാം, നമ്മൾ കഴിക്കുന്നത് ഹറാം, വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം. റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ വസ്ത്രം ഹറാം, അവന്റെ ഭക്ഷണം ഹറാം, അവൻ കുടിക്കുന്നത് ഹറാം. പിന്നെ എങ്ങനെയാണ് റബ്ബിന്റെ പ്രാർത്ഥന കേൾക്കുക? അപ്പൊ കൊടുക്കേണ്ടത് കൊടുക്കണം, അത് കൃത്യമായിട്ട് കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കണിശമായിട്ട് പറഞ്ഞ ഒരു സംഗതി വേറെ ഇല്ലല്ലോ. പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഭരണമേറ്റെടുക്കുന്ന ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ആദ്യമായിട്ട് ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൻ നബിയാണ്, ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഇനി ഒരു നബി വരാനില്ല എന്ന്
എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോഴാണ് ചില ആളുകൾ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. ഒന്ന്, അവരെ അമർച്ച ചെയ്യുക, പ്രവാചകത്വം വാദിച്ച ആൾക്കാരോട് യുദ്ധം പ്രഖ്യാപിച്ചു. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ച രണ്ടാമത്തെ ഒരു വിഭാഗം സക്കാത്ത് നിഷേധികളോടാണ്. സക്കാത്ത് നിഷേധികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തെ ഇത് കൊടുക്കേണ്ടതുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അത് കൊടുക്കേണ്ടത്? അതൊക്കെ ഈ സക്കാത്തിന്റെ വിഷയം എത്ര പറഞ്ഞാലും തീരില്ല, സംശയവും തീരില്ല. ആളുകൾക്ക് പുതിയ പുതിയ മസ്അലകളും ഫത്വകളും ആളുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? ഇത് ഇങ്ങോട്ട് കിട്ടുന്നതല്ല, ഇത് അങ്ങോട്ട് പോക്കറ്റിന് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അവർ സമ്പത്തിനെ വല്ലാതെ പ്രിയം വെക്കുന്നു. ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. അനാഥയുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവന് യാതൊരു ശ്രദ്ധയും അവൻ കാണിക്കുന്നില്ല. അതേപോലെ തന്നെ മിസ്കീനിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അയാളുടെ ഉപജീവനത്തിന്റെ കാര്യത്തിൽ ഈ മനുഷ്യൻ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല. മാത്രവുമല്ല വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. അനന്തരാവകാശ സ്വത്ത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അവിടെയും യാതൊരു അതിരുകളുമില്ലാതെ ഏട്ടൻ്റെത് അനിയൻ എടുക്കുന്നു, അനിയൻ്റെത് ഏട്ടൻ എടുക്കുന്നു, ഏട്ടന്റെ മക്കളുടേത് അനിയൻ കൈക്കലാക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം ചതികളാണ്. വലിയ മുത്തക്കൊക്കെ ആയിരിക്കും ചതികൾ. ഈ പൈസന്റെ കാര്യം വരുമ്പോ ആളെ തനി സ്വഭാവം പുറത്തു വരും എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത് ഒരാള് സൂയിസൈഡ് ചെയ്തു, തൂങ്ങി മരിച്ചു. 3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ദുർഗന്ധം വന്നപ്പോഴാണ് ആളുകൾ അറിഞ്ഞത്. കഴുത്തൊക്കെ ഇങ്ങനെ നീണ്ട് ഇങ്ങനെ തല ഏതാണ്ട് വേർപ്പെടാനായി തൂങ്ങി നിൽക്കണം. അങ്ങനെ അയാളെ പോക്കറ്റിൽ നിന്ന് പോലീസൊക്കെ വന്നു. പോക്കറ്റിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടി, സൂയിസൈഡ് കുറിപ്പ്, അയാളുടെ ആത്മഹത്യാ കുറിപ്പ്. അതിൽ അയാളുടെ സാമ്പത്തിക കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒരുപാട് പലിശക്കെടുത്തത് അതൊന്നുമില്ല വിഷയം. അയാൾ സൂയിസൈഡ് ചെയ്തതോ ഇതൊന്നുമല്ല. അതൊക്കെ എന്താവും, മനുഷ്യന്മാര് സാമ്പത്തിക അച്ചടക്കം കാണിക്കാതിരിക്കുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങളൊക്കെ ഞെട്ടിച്ചത് എന്താന്ന് വെച്ചാൽ, അയാൾ കുറെ പൈസ കൊടുക്കാനുള്ള ആളുകളുടെ പേര് ആ ലിസ്റ്റിൽ, പലിശക്ക് പൈസ വാങ്ങിയിരുന്ന കുറെ ആൾക്കാരുടെ പേര്, അയാൾ ആരുടെ അടുത്തുനിന്നാണോ പലിശക്ക് പൈസ എടുത്തിട്ടുള്ളത് അവരുടെ ഒക്കെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിൽ 3 ആളുകൾ ഒരു പള്ളി കമ്മിറ്റിയിലെ 3 ആൾക്കാർ. അതാണ് നമ്മളെ ആലോചിക്കേണ്ടത്. നമ്മളെ ഗൗരവം അവിടെയാണ്. അയാൾ തൂങ്ങി മരിച്ചു എന്നല്ല. ഇതൊക്കെ തുറന്നു പറയുന്ന വിഷയമാണ്. നമ്മൾ ഏത് മഹല്ല് കമ്മിറ്റിയോ ഏത് സെക്രട്ടറിയോ ഏത് പ്രസിഡന്റ് ആയിട്ടും കാര്യമില്ല. പലിശ ഒരു റുപ്യ, നമ്മൾ 100 റുപ്യാണ് നമ്മൾക്ക് അവകാശപ്പെട്ടതെങ്കിൽ അത് 101ാമത്തെ ഒരു റുപ്യ നമ്മളെ പോക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ 101 കേടാക്കി. നമ്മളുടെ പുരയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്, നമ്മളെ മക്കളെ നമ്മൾ തീറ്റിക്കുന്നത്, അവരെ നമ്മൾ ഉടുപ്പിക്കുന്നത്, അത് തീർത്തും എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. സാമ്പത്തിക അച്ചടക്കം അത് നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ ശീലിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം അഫാന്റെ ഉമ്മ മൊഴി കൊടുത്തു പോലീസിന്. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടം ഉണ്ടാവും. എത്ര? 35 ലക്ഷം. 35 റുപ്യല്ല, 350 അല്ല, 3500 അല്ല, 35,000 അല്ല, 3.5 ലക്ഷം അല്ല, 35 ലക്ഷം ഭർത്താവ് അറിയാതെ ഒരു വീട്ടിൽ ഭാര്യയും മക്കളും കൂടി കടമുണ്ടാക്കി വെക്കുക. എന്തിന്റെ പേരിൽ? തിന്നതിന്റെ പേരിൽ, കുടിച്ചതിന്റെ പേരിൽ, വണ്ടി എടുത്തതിന്റെ പേരിൽ, മൊബൈൽ എടുത്തതിന്റെ പേരിൽ, ആർഭാട ജീവിതത്തിന് വേണ്ടി. എന്നാൽ ആ മനുഷ്യൻ അവിടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 7-8 കൊല്ലമായിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, ആ മണലാരണ്യത്തിൽ വീട് കാണാൻ കഴിയാതെ, മക്കളെ കാണാൻ കഴിയാതെ, നാട്ടുകാരെ കാണാൻ കഴിയാതെ, സഹോദരങ്ങളെ കാണാൻ കഴിയാതെ
അവിടെ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ലാതെ 35 ലക്ഷം റുപ്യ ഭർത്താവ് അറിയാതെ കടമായി എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ ഒരു അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം എന്താണെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഇങ്ങനെ പല വീടുകളുണ്ട്. ഇതൊക്കെ പുറത്തു വരുമ്പോഴാണ് ദുരന്തങ്ങൾ നടക്കുന്നത്. പലിശയിൽ മുങ്ങിക്കിടക്കുന്ന ഒരുപാട് വീടുകൾ, പലിശപ്പട്ടിണി പടി കയറുമ്പോൾ പിറകിലെ മാവിൽ കയറുകൾ കാണാമെന്ന് മുരുകൻ കാട്ടാക്കട എന്ന കവി പാടിയിട്ടുണ്ട്. പലിശപ്പട്ടിണി ഇങ്ങനെ പടി കയറി വരുമ്പോൾ അതിങ്ങനെ ആദ്യം എടുത്ത് അത് ഇടപെട്ട് ഇത് പിന്നെ നമ്മളെ ഇങ്ങനെ വന്ന് മൂടുമ്പോഴേ നമ്മൾ അറിയുകയുള്ളൂ. പിന്നെ അവസാനം അവൻ വീണു പോകുമെന്ന് ഖുർആൻ പറഞ്ഞത്. പിശാച് ഇബ്ലീസ് അവനെ നിലത്ത് ആഴ്ത്തിയിടും എന്ന് ഖുർആനിൽ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. എന്ത് പ്രയാസം വന്നാലും, എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാലും പലിശയിലേക്ക് പോകാതിരിക്കുക, ക്ഷമ ഉണ്ടാവുക എന്നുള്ളത്. വീട് പണി അങ്ങോട്ട് തീരുന്നില്ല, അങ്ങോട്ട് എത്തുന്നില്ല, അത് അങ്ങനെ എത്തുള്ളൂ, റബ്ബ് സഹായിക്കും. എന്നാല് അത് തീർക്കൊരു ലോണും എടുക്കുക, പെട്ടെന്ന് ഒരു ലോണും എടുക്കുക. ആ ലോൺ എടുക്കുന്നതോടുകൂടി ആ വീട് എന്ന ആ നമ്മളുടെ ആ ആഗ്രഹം നമ്മൾ ഹറാമിന്മേലാണ് നമ്മൾ അത് പടുതുയർത്തുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ സാമ്പത്തിക രംഗം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിസ്കരിക്കില്ല. ഇയാൾക്ക് കടമുണ്ടോ? ഉണ്ട്, ഞാൻ നിസ്കരിക്കില്ല. റസൂലുള്ളാഹി തിരിച്ചു പോകാനും മുമ്പ് ഒരു സഹാബിക്ക് വല്ലാത്ത ബേജാർ, വല്ലാത്ത സങ്കടം വന്നു. റസൂൽ നിസ്കരിക്കാണ്ട് പോവാണല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാൻ നബിയെ ഇയാളെ കടം. പിറ്റേന്നും ചോദിച്ചു അയാളോട്, ഈ ഏറ്റെടുത്ത ആളോട് നിങ്ങളത് വിട്ടിരുന്നോ? അത് കൊടുത്തു വിട്ടിരുന്നു. അതിന്റെ പിറ്റേന്നും ചോദിച്ചു. 3 ദിവസം റസൂല് അയാളെ വീട്ടിൽ ചെന്ന് ചോദിച്ചു. 3 ദിവസം. 3-ാമത്തെ ദിവസം റസൂലുള്ള ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, നബിയെ ഞാനത് ഇന്നലെ തന്നെ കൊടുത്തിരുന്നല്ലോ. റസൂല് പറഞ്ഞു, നീ ആ കൊടുക്കാത്ത 2 ദിവസം ഉണ്ടല്ലോ, ആ 2 ദിവസവും ആ മനുഷ്യന്റെ കബറിൽ ഇങ്ങനെ അയാളുടെ വാരിയെല്ലുകൾ കോർക്കുമാറ് കബറിൽ ഇങ്ങനെ ഇടുങ്ങി നിൽക്കുകയായിരുന്നു എന്ന് റസൂല് പറഞ്ഞു. ഒരു റുപ്യ കടണ്ടെങ്കിൽ കൊടുത്തു കിട്ടണം. അത് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ കാണണ്ട. ചില ആൾക്കാരൊക്കെ ഭയങ്കര സംഭവമായിട്ട് പറയുന്നു, ഇത് അത്ര കടണ്ട്, അവിടെ എത്ര കടണ്ട്. അതൊന്നും സംഭവങ്ങളല്ല. അതൊക്കെ നമ്മളുടെ ഏറ്റവും വലിയ അപമാനമാണ്. നമുക്ക് കടമുണ്ട് എന്നുള്ളത് പെട്ടെന്നത് കൊടുത്തു വീട്ടാൻ നമ്മൾ പരിശ്രമിക്കണം. കടമൊക്കെ വാങ്ങലൊക്കെ മനുഷ്യ ജീവിതത്തിൽ സാധാരണയാണ് ഉണ്ടാവും. അങ്ങോട്ടൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ടാവും. പക്ഷെ കൊടുക്കണ്ട എന്ന് കരുതി ഉണ്ടാകുമ്പോഴും കൊടുക്കാതെ നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇത് വലിയ ഗൗരവപ്പെട്ട വിഷയമാണ്. റസൂലുള്ള പലപ്പോഴും അന്ന് റസൂലുള്ള നമ്മളിങ്ങനെ മരിച്ചു കിടക്കാന്ന് സങ്കല്പിച്ചോളൂ. നമ്മളിങ്ങനെ മരിച്ചു കിടക്കുക, നമ്മളെടുത്ത് നിന്ന് കുറെ പൈസ കിട്ടാനുള്ള കുറെ മനുഷ്യന്മാരുണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു സഹാബി അൽഖമ എന്ന് പറയുന്ന സഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക ആൾക്കാർ മുഴുവനും. എന്നിട്ട് അദ്ദേഹം ആ സഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല. സഹാബിമാർ റസൂലിനെ വിളിച്ചു, റസൂല് നമ്മെ ചൊല്ലിക്കൊടുത്തു, ഞാൻ കഴിയുന്നില്ല സഹാബി. നബി ചോദിച്ചു, ഇയാൾക്ക് മാതാപിതാക്കളുണ്ടോ? അപ്പോ ആളുകൾ പറഞ്ഞു, ഇയാളുടെ വാപ്പ മരിച്ചു, അങ്ങനെയാണ് ഇയാളെ പോറ്റിയതും വളർത്തിയതൊക്കെ. അപ്പൊ ഉമ്മാനെ വിളിക്കി, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുക ഉമ്മാനോട്. സഹാബിമാര് പോയിട്ട് പറഞ്ഞു, നബി നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലേ, ഇങ്ങനത്തെ സൗകര്യം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നബി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹാബി വനിത ഓടുകയാണ് റസൂലിന്റെ അടുത്തേക്ക്, നബി നിങ്ങൾ ഇങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാം. ഓടി ചെന്നു. അപ്പൊ എന്താ നബി ചോദിച്ചു, ഇതാ നിങ്ങളെ മോനാണ് ഈ മരിക്കാൻ കിടക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തിട്ട് ചെല്ലുന്നില്ല, എന്തെങ്കിലും പ്രശ്നം? അമ്മ പറഞ്ഞു, ഞാനിവനെ ഇത്രയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വളർത്തിയിട്ട് ഇവനെനിക്ക് വിഷമമുണ്ടാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, എന്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. നബി പറഞ്ഞു, വേഗം പൊരുത്തപ്പെട്ടു കൊടുക്കാൻ. നബി എനിക്കത് അങ്ങനെ പെട്ടെന്നങ്ങ് മറക്കാനും പൊറുക്കാനും കഴിയുന്നില്ല റസൂലേ എന്ന് അൽഖമ റളിയല്ലാഹുവിന്റെ ഉമ്മ പറയുമ്പോൾ റസൂൽ എന്ന് പറയും, എന്നാലും കാര്യം ചെയ്യാം, എല്ലാവരും കുറച്ച് വിറകൊക്കെ എടുത്തുകൊണ്ട് വരി, അൽഖമനെ നമുക്ക് ഇവിടുന്ന് തന്നെ കത്തിച്ചറിയാം, എന്തായാലും നരകത്തിലേക്കാ പോകുന്നില്ല. അത് കണ്ടപ്പോ ഉമ്മ ആ അൽഖമക്ക് പുറത്തു കൊടുത്തു. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന് റസൂലുള്ള ഉണ്ടായിരുന്നു. എന്താ ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്തത് എന്ന് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ള ഉണ്ടായിരുന്നു. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ നമുക്ക് ചൊല്ലാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു തരാൻ ആരും നമ്മളുടെ കടം കൊണ്ടാവാം, സാമ്പത്തിക പ്രശ്നം കൊണ്ടാവാം,
നമ്മൾ പറ്റിച്ച് നമ്മൾ പലരെയും പല ആളുകളെയും പലതരത്തിൽ പ്രയാസപ്പെടുത്തി പലതരത്തിൽ ആരോടും പറയാതെ ആ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടാവും. നമ്മൾ മറന്നാലും പലരും മറന്നിട്ടുണ്ടാവുകയില്ല. അപ്പൊ സാമ്പത്തിക രംഗം, അതിന്റെ കൊടുക്കൽ വാങ്ങൽ, കടം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സക്കാത്ത് അത് കൃത്യമായിട്ട് അതിന്റെ സംവിധാനങ്ങളിലൂടെ ആയിരിക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്നു. യമനിലേക്ക് അയക്കുമ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞത്, മുആദ്, നിങ്ങൾ യമനിലേക്ക് ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം അവരെ നിസ്കാരം പഠിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം അവരിൽ നിന്ന് എന്ത് വാങ്ങണം? നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കണം. അവർക്ക് നിർബന്ധദാനം നിങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കണം. അതുകൊണ്ട് അവർ പരിശുദ്ധരാകും, അവർ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അത് റസൂലുള്ള അതിന് ആളുകളെ ഏൽപ്പിച്ചു. അതാണ് നമ്മളുടെ സക്കാത്ത് സെല്ല് എന്ന സംവിധാനം. വെറുതെ നമ്മൾ ഉണ്ടാക്കിയ സംവിധാനം എന്നല്ല, അത് റസൂലുള്ളാഹിന്റെ കാലത്തേ ഉള്ളതാണ്. അത് വാങ്ങാൻ, അത് സ്വീകരിക്കാൻ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, അതിലുള്ള കാര്യം ഈ കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിൽ ഒന്നും ഒരിടപാടും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ആൾക്കാരിങ്ങനെ വന്നിട്ട് ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ കാത്തു നിൽക്കുക, എന്നിട്ട് ഹാജിയാർ ഇങ്ങനെ കുത്തിരിക്കുക, കയറി വരുന്നവർക്കൊക്കെ 10ഉം 200ഉം ഇങ്ങനെ എടുത്തു കൊടുക്കുക. ആ സംവിധാനം ഇസ്ലാമിലില്ല. ആ സംവിധാനമില്ല. അത് വളരെ കൃത്യമാണ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല. അത് ഈ കൊടുക്കുന്ന ആള് സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു. അവരതിന് ഏറ്റവും അർഹരായവരെ കണ്ടുപിടിച്ച് അതിന് തേടിപ്പിടിച്ച് അവരിലേക്ക് അത് എത്തിക്കുന്നു. ആ സംവിധാനം കൃത്യമായി നടക്കണം. അതെല്ലാം മഹല്ലുകളിലും നടക്കുന്നുണ്ട്. അത് ഭംഗിയായി കാര്യക്ഷമമായിട്ട് തന്നെ അത് നടക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, പഠിച്ചോനെ, ഒരാളെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ, ഗതികേട് എനിക്ക് തരല്ലേ എന്നെപ്പോഴും നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു ഇസ്സത്ത് നമ്മൾ കാത്തുസൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെറുതെ അല്ല, മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ എപ്പോഴും ഇങ്ങനെ അടുത്തല്ലോ ഇങ്ങനെ കിട്ടല്ലോ, കിറ്റ് ഇങ്ങനെ കിട്ടല്ലോ എന്ന് നമ്മൾ കരുതരുത്. പഠിച്ചോനെ അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങാനുള്ള ഒരു ഗതികേട് എനിക്ക് തരല്ലേ റബ്ബേ, അടുത്ത കൊല്ലത്തേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി നീ കാണിച്ചു തരണേന്ന് നമ്മൾ വാശി. പഠിച്ചോനെ അടുത്ത കൊല്ലവും ഇതേപോലെ കിട്ടണേ, ഇതേപോലെ വാങ്ങാനല്ല, ഇതേപോലെ വാങ്ങാതിരിക്കാൻ പഠിച്ചവനെ എനിക്ക് നീ ധന്യത നൽകണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. ഒരു നിലക്കെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഇങ്ങനത്തെ കിറ്റുകൾ നമ്മൾ വാങ്ങരുത്. പല മഹല്ലുകളിലും കിറ്റുകൾ എത്ര കൊടുത്താലും തീരൂല. ഭക്ഷണ കിറ്റുകൾ. എന്താ കാര്യം എന്ന് പറയും? പല മഹല്ലുകളും എന്താ അതിന്റെ കാര്യം? ആദ്യം കൊടുത്ത ഒരു 10 കിറ്റ്, അതിൽ 9ഉം അർഹതപ്പെടാത്ത ആൾക്കാരെ വാങ്ങിപ്പോയിട്ടുണ്ടാവുക. അർഹതപ്പെട്ട പട്ടിണിപ്പാവങ്ങൾ, ഫക്കീർ, മിസ്കീന്, ഇതൊക്കെ കടം കൊണ്ട് വലഞ്ഞവര്, രോഗികള്, മാരക രോഗികളൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും, ബാക്കിയാവും. ആദ്യം വാങ്ങിപ്പോകുന്നവൻ, അവൻ അർഹതപ്പെടാത്തത് ഇങ്ങനെ വാങ്ങിപ്പോകുമ്പോ അർഹതപ്പെട്ട ആളുകൾ പിന്നെയും ബാക്കിയാവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു പള്ളിയുടെ കോലായിൽ ഇങ്ങനെ കൂട്ടിയിട്ട കാരക്ക, ഈത്തപ്പഴ ചുള എടുത്തിട്ട് ഇങ്ങനെ വായിലേക്കിട്ട് അതിങ്ങനെ ചവച്ചു തുടങ്ങിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അത് കണ്ടത്. റസൂലുള്ളാഹി ഓടി വന്നു, പേരക്കുട്ടിന്റെ വായിൽ കൈയിട്ടിട്ട് അതിങ്ങനെ വലിച്ചെടുത്ത് പുറത്തേക്ക് എറിയും. തുപ്പിക്കള, അത് നമുക്ക് പറ്റിയതല്ല, നമുക്ക് ഹലാലല്ല, അതിന് അവകാശികൾ വേറെ. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു സാമ്പത്തികവും അതേപോലെ അതിന് അനുസൃതമായിട്ടുള്ള ഒരു വരുമാനവും ഉണ്ടെങ്കിൽ ഒരാളെ മുന്നിലും കൈനീട്ടുന്ന ഒരവസ്ഥ കഴിയുന്നത് പോലെ നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകളെ സഹായിക്കണം. നമ്മളുടെ റബ്ബ് തന്ന യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ല അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽകാഫിറൂന ഹുമുൽ ളാലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് റബ്ബ് തന്നത്
അതാണ് നമ്മൾ അതിലൊരു ഖുർആനിൽ കൊടുക്കാൻ പറയുന്നു, സക്കാത്ത് കൊടുക്കാൻ പറയുന്നു, സദഖ ചെയ്യാൻ പറയുന്നിടത്തൊക്കെ പടച്ചോൻ പറയുന്ന ഒരു സംഗതി ഉണ്ട്. അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് ഞാൻ തന്നത്, പടച്ചോൻ തന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ മരുഭൂമിയിൽ അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ പറയും, ഒക്കെ യഥാർത്ഥത്തിൽ പടച്ചോൻ തന്നതാണ്. അത് നമ്മൾ അറിയേണ്ടത് അതാണ്. ഇത് അടിസ്ഥാനപരമായി റബ്ബ് തന്നത് റബ്ബ് നമ്മളോട് ചെലവാക്കാൻ പറയാം അവന്റെ മാർഗം, എന്നിട്ട് അതിന് നമുക്ക് മൂല്യം തരാം. ഏതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഒരു കുട്ടിക്ക് എല്ലാ ദിവസവും ഒരു 2 രൂപ, ഒരു 3 രൂപ, ഒരു 10 രൂപ കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വളരെ ലളിതമായിട്ട് ഉദാഹരണം പറയും. അങ്ങനെ കൊടുക്കുന്നു എല്ലാവർക്കും കൊടുക്കുന്നു, ആ കുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു 100 രൂപ അവന്റെ കയ്യിലായപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞു, എന്ത്, നിനക്ക് ഞാൻ പലപ്പോഴായി തന്ന 1 രൂപയും 2 രൂപയൊക്കെ ആയിട്ട് തന്ന ഈ 100 രൂപയിൽ നീ എന്ത് ചെയ്യണം, നിന്റെ അനിയനും നിന്റെ ഇക്കാക്കും ഇക്കാക്കൊക്കെ അതിന് കുറച്ച് കൊടുക്കണം, എന്നാൽ എനിക്ക് ഒരു 1000 രൂപ സമ്മാനം ഉണ്ട്. ആലോചിച്ച് നോക്കി നിങ്ങൾ. അതേപോലെ പഠിച്ചോ നമ്മളോട് പറയും, നിങ്ങൾക്ക് നാം തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം, പാവങ്ങൾക്ക് കൊടുക്കണം, ഫക്കീറുമാർക്ക് മിസ്കീന്മാർക്കൊക്കെ നിങ്ങൾ കൊടുക്കണം. അതിന്റെ സംവിധാനങ്ങളിലൂടെ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ തരുന്നുണ്ട്. അപ്പോ പടച്ചോൻ തന്ന സമ്പത്തിൽ നമ്മളോട് ചെലവഴിച്ചിട്ട് അതിന് നമുക്ക് സമ്മാനം തരിക. അതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ സുബ്ഹാനഹു വ തആല പറയുന്നു, കൊടുക്കുന്നത് കൊണ്ടൊന്നും കുറയില്ല. അത് മിഅത്ത സുംബുലായിട്ട് ഇങ്ങനെ അതിങ്ങനെ വളർന്നു വരുന്ന ഒരു കതിര് ഖുർആൻ വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരാളൊരു വിത്തിട്ടു, നെൽക്കതിരുണ്ടായി, ആ നെൽക്കതിർ അതിൽ 100 മണികൾ ഉണ്ടായി. അത് 100ഉം ഇയാൾ ഇങ്ങനെ എടുത്തു വെച്ചു, ആർക്കും കൊടുത്തില്ല, എടുത്തു വെച്ചു, ഒന്നും ചെയ്തില്ല. അതങ്ങനെ തന്നെ ആ 100ൽ ഒതുങ്ങിപ്പോയി. എന്നാൽ അയാൾ എന്ത് ചെയ്തു, അത് കൊടുത്തപ്പോൾ അത് വളർന്നു, പിന്നെയും ആ 100 100ആയി 200ആയി വളർന്നു എന്നാണ്. അങ്ങനെയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. പടച്ചോൻ നമ്മളോട് പറഞ്ഞത് അങ്ങനെ കൊടുത്താൽ തീരൂല. അങ്ങനെ ബേജാറായിരിക്കും വേണ്ട. ഇബ്ലീസ് ഇടപെടുന്ന സാമ്പത്തിക രംഗത്ത് ഇബ്ലീസ് ഇടപെടും. കൊടുക്കണം എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ കണക്ക് കൂട്ടി സക്കാത്തൊക്കെ കൊടുക്കണം എന്ന് നമ്മൾ വിചാരിക്കും, ഇബ്ലീസ് അവിടെ ഇടപെടും. ഇബ്ലീസ് അവിടെ നമ്മളുടെ കണക്കുകൾ എങ്ങനെയെല്ലാം കുറക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ കൊടുക്കാതിരിക്കാൻ എന്തൊക്കെ ഫത്വകളുണ്ടോ അതൊക്കെ ചെയ്യുന്ന. എന്നോട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ കൃത്യമായി ഗവൺമെന്റിന് കൃത്യമായി ടാക്സും എല്ലാ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന്റെ ബാക്കിയാണ് എനിക്ക് സാലറി ആയിട്ട്. അതന്നല്ലേ സക്കാത്ത്? നമ്മളോട് ചോദിക്കുക, അതന്നല്ലേ സക്കാത്ത്? ഗവൺമെന്റ് അത് ജനക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ടല്ലേ ഈ ടാക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞില്ലേ എന്നാണ് ഒരാളുടെ ചോദ്യം. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് കൊടുക്കാണ്ട് നിൽക്കണം. അത് നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. നമ്മളുടെ കയ്യിൽ ഇതൊക്കെ കഴിച്ചിട്ട് എന്താണോ കിട്ടുന്നത് അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോഴേ അത് സക്കാത്താവുള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് സക്കാത്താവില്ല. ഇങ്ങനെ ഒരു പണ്ഡിതൻ പ്രസംഗിക്കുന്നത് കേട്ടു, 100 ആവട്ടെ 200 ആവട്ടെ എത്ര പവനുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നൊക്കെ വലിയ ബിരുദങ്ങളുള്ള പണ്ഡിതന്മാര് പ്രസംഗിക്കുന്നു. റസൂലുള്ളാഹിന്റെ കാലത്തെ ദീനാറിന്റെ ദിർഹമിന്റെ ആ സ്വർണ്ണ നാണയത്തിന്റെ കണക്ക് പ്രകാരം നമ്മൾ ഏതാണ്ട് 10.5 പവൻ ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കണം എന്ന് കൃത്യമായിട്ട് നമ്മൾ അത് കണക്ക് കൂട്ടി കാലങ്ങളായി നമ്മൾ പറഞ്ഞതും പഠിച്ചതുമാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പുതിയ ഫത്വകൾ ഉണ്ടാക്കുകയും എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ആളുകളെ രക്ഷപ്പെടുത്തി കൊടുക്കാം, ആളുകൾ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ നോക്കി ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്ന ഈ സംഘടിത സക്കാത്ത് സംവിധാനങ്ങളൊക്കെ വലിയ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ എന്റെ കയ്യിൽ തന്നേക്ക്. ചില പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നു, സക്കാത്ത് നിങ്ങൾ നമ്മളെ കയ്യിൽ തന്നേക്ക് നേരിട്ട്, എന്നിട്ട് ഞാനത് വിതരണം ചെയ്തോളാം, അതിനൊരു സംഘടനയും സംവിധാനവും അല്ല. റസൂലും അത് പറഞ്ഞില്ലല്ലോ. റസൂലും നിങ്ങൾ സക്കാത്ത് കൊണ്ടുവരും, എല്ലാവരും കൊണ്ടുവരും, എന്റെ കൈ കൊണ്ടുവരും എന്നല്ല പറഞ്ഞത്. റസൂലും അതിന്റെ കൃത്യമായി സഹാബത്തിന് അതിന്റെ ജോലിക്കാരായിട്ട് നിയമിച്ചു. സക്കാത്തിന്റെ അവകാശികളിൽ ഒരു വിഭാഗം ആമിലു സക്കാത്താണ്. ആമിലു സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സക്കാത്ത് പിരിക്കാനും അത് കൊടുക്കാനും അത് വിതരണം ചെയ്യാനും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് ആമിലു സക്കാത്ത്. അവർ വലിയ പണക്കാരാണെങ്കിലും ഈ സക്കാത്തിന്റെ ഒരു വിഹിതത്തിന് അവകാശികളാണ് അവർ. ആ ആമിലു സക്കാത്ത് എന്നതില്ല. അവർക്ക് വേണമെങ്കിൽ അത് നിരസിക്കാം, വേണ്ട എന്ന് പറയാം എന്നല്ലാതെ അവർ പണക്കാരാണെങ്കിലും അത് കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മളുടെ സാമ്പത്തിക രംഗം
ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? അത് ഈ മസ്അലകളൊന്നും എത്ര പറഞ്ഞാലും തീരില്ല. നമ്മളാണ് ആലോചിക്കേണ്ടത്, ഞാൻ കൊടുക്കണോ, സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? ഇനി വാങ്ങുന്ന ആൾക്കാരും ചിന്തിക്കുക, ഞാൻ വാങ്ങാൻ അർഹനാണോ എന്നൊക്കെ കൃത്യമായി വാങ്ങുന്നവരും കൊടുക്കുന്നവരൊക്കെ കൃത്യമായി നമ്മൾ ആലോചിക്കുക. കാരണം നാളെ ഈ പറഞ്ഞ പോലെ റബ്ബിന്റെ റെക്കോർഡിൽ ഇല്ലാത്ത ഒരു കാര്യവും നമ്മൾ എത്രത്തോളം പ്രയാസത്തിലാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ പറയാം, ടൈറ്റാണ്. സക്കാത്തിന് ചോദിച്ചാലും പറയാം ഭയങ്കര ടൈറ്റാണ്. എന്ത് ടൈറ്റ് ആണെങ്കിലും കൊടുക്കേണ്ട സംഗതിയാണ് സക്കാത്ത്. നമ്മളുടെ എല്ലാ സംഗതികളും ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് വരുമാനം സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. പടച്ചോനെ പറ്റിക്കാൻ നിൽക്കരുത്. അങ്ങനെ പടച്ചോനെ പറ്റിച്ച ഒരാളുണ്ടായിരുന്നു ഖുർആനിൽ. അയാളെ കുറിച്ച് പറയുന്നുണ്ട്, യൗമുൽ ഹസാദ്. യൗമുൽ ഹസാദ് എന്ന് പറഞ്ഞാൽ വിളവെടുക്കുന്ന ദിവസമാണ്. വിളവെടുക്കുന്ന ദിവസം, തേങ്ങ പറിക്കുന്ന ദിവസം, വയലിൽ നെല്ല് കൊയ്യുന്ന ദിവസം, അതേപോലെ വിളവെടുക്കുന്ന ദിവസം, ഈത്തപ്പഴം ഇങ്ങനെ പറിച്ചെടുക്കുന്ന ദിവസം. കൊല്ലങ്ങളായിട്ട് ആ മനുഷ്യൻ, ഖുർആനിൽ പറയുന്നുണ്ട്, ആ മനുഷ്യൻ എന്ത് ചെയ്യും? അയാൾ വിളവെടുക്കുന്ന ദിവസം ആ നാട്ടിലെ സാധുക്കളായ മനുഷ്യന്മാരൊക്കെ അയാളുടെ ആ പറമ്പിന്റെ ചുറ്റും വന്ന് ഇങ്ങനെ നിൽക്കും. അത് കൃത്യമായിട്ട് ആ ഡേറ്റ് അവർക്കറിയാം. ഇപ്പൊ മാർച്ച് 23 അന്ന് മൂപ്പരെ പറമ്പിൽ ഇത് പറിക്കുന്ന ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അപ്പൊ തന്നെ കണക്ക് കൂട്ടിയിട്ട് കൃത്യമായിട്ട് 600 കിലോ, അതായത് 6 ക്വിന്റൽ നമ്മളുടെ ഒരു നാട്ടിലെ മുഖ്യ ആഹാരം, അതിന്റെ വിലക്കനുസരിച്ചുള്ള സംഗതി നമ്മൾ കൃഷിയിടത്തിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, അത് നനച്ചുണ്ടാക്കുന്നതാണെങ്കിൽ, നനച്ച് നമ്മൾ വളക്കെട്ടുണ്ടാക്കുന്നതാണെങ്കിൽ 5%, ഇനി നനയൊന്നുമില്ലാതെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നതാണെങ്കിൽ അതിന് 10% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഇയാളാണ് കണക്ക് കൂട്ടി ആ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഇയാൾ കൊടുക്കും. അങ്ങനെ ഇയാൾ മരിക്കുന്ന സമയത്ത് മക്കളോട് ഇയാൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ വിളവെടുക്കുന്ന ദിവസം ആ വരുന്ന പാവപ്പെട്ട മനുഷ്യന്മാരെ അവഗണിക്കരുത്, അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മക്കള് അവര് വിളവിറക്കി. എങ്ങനെ അവര് വിളവിറക്കിയത്? പടച്ചവനോട് വിളവിറക്കി. എങ്ങനെ? അവര് ഈ ഡേറ്റ് മാറ്റിക്കളഞ്ഞു. ഖുർആൻ പറയാണ്, അവര് ഡേറ്റ് മാറ്റിക്കളഞ്ഞു. എങ്ങനെ 23 മാർച്ച് 23 എന്നുള്ള ഡേറ്റ് അവര് മാറ്റി. അവർ 2 ദിവസം മുന്നേ വിളവെടുക്കാൻ തീരുമാനിച്ചു. ആരും അറിയാതെ 2 ദിവസം മുന്നേ ഒരു മാർച്ച് 20 പോയിട്ട്, അപ്പൊ ആരും വരില്ലല്ലോ. അങ്ങനെ അവരത് തീരുമാനിച്ച് കിടന്നുറങ്ങിയിരിക്കുന്ന രാവിലെ പുലർച്ചെ അവർ വിളവെടുക്കാൻ ചെല്ലുമ്പോ അവരുടെ കൃഷിയിടം മുഴുവനും കരിഞ്ഞുണങ്ങി നാശമായി കിടക്കുന്നുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അതേപോലെയാണ് കൊടുക്കേണ്ടത് കൊടുക്കാതെ വെച്ചാൽ ഇതൊക്കെ അങ്ങ് വളർന്ന് ഒരുപാട് ഉണ്ടാവും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. മറ്റൊരുത്തൻ അവകാശപ്പെട്ടത് നമ്മൾ എത്ര വളർത്തിയാലും അത് വളരുകയല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അത് കൃത്യമായി പടച്ചവന്റെ അടുത്ത് തന്നെ എത്തും എന്നുള്ളത് നമ്മൾ അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി ഖുർആനിൽ, എന്റെ സമയം വളരെ പരിമിതമായതുകൊണ്ടാണ് ഞാനിങ്ങനെ സൂചനകൾ മാത്രം തന്നുപോയതാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് ആ കാര്യത്തിൽ ആണും പെണ്ണും എല്ലാവരും, ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കൃത്യമായി എഴുതി വെക്കുക. സാമ്പത്തികം, ആയത്തുൽ ദൈൻ നിങ്ങൾ വായിക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. വലിയൊരു ആയത്തിൽ കൃത്യമായി എഴുതി വെക്കുന്നു. കൊടുക്കുമ്പോൾ ഒരാൾ എത്ര അടുത്ത സുഹൃത്താണെങ്കിലും അത് കൊടുക്കുമ്പോൾ അത് എഴുതി വെക്കും. ഞാൻ ഇന്നയാൾക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും എഴുതി വെക്കണം. ഇന്നയാളെടുത്ത് നിന്ന് ഇത്ര രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു സാക്ഷി ഉണ്ടാവണം. അത് അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഭാര്യയെങ്കിലും ആ ലിസ്റ്റ് നമ്മൾ കാണിച്ചിരിക്കണം. പല വീട്ടിലും ഭർത്താവിന്റെ ഇടപാടുകളൊന്നും ഭാര്യ അറിയുന്നില്ല. അതുണ്ടാവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഇടപാടുകൾക്കൊരു സാക്ഷിയായിട്ട് നമ്മളുടെ ഭാര്യയോ നമ്മളുടെ വാപ്പയോ ഉമ്മയോ ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്താ വെച്ചാൽ നിസാരമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. സാമ്പത്തിക രംഗത്തുള്ള ഇത്തരം അശ്രദ്ധകൾ നമ്മൾ എത്തിക്കും. ആ ആയത്തുൽ ദൈൻ നിങ്ങളൊക്കെ എടുത്ത് വായിക്കണം. ഇവിടെ പരിഭാഷകളുണ്ട്. അമാനി മൗലവിയുടെ പരിഭാഷയൊക്കെ ഉണ്ട്. അത് വിശദീകരിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. കൃത്യമായി അത് എഴുതി വെക്കണം. അതിന് സാക്ഷികൾ ഉണ്ടാവണം. അത്ര ചെറിയ സംഖ്യയാണെങ്കിലും നമ്മളുടെ ഒരു രേഖകൾ ഉണ്ടായിരിക്കണം സാമ്പത്തിക കാര്യത്തിൽ എന്ന് അതിൽ വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക രംഗത്ത് എല്ലാ തരത്തിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പരിശുദ്ധിയോടുകൂടി ജീവിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ആ മയ്യത്ത് നിസ്കാരത്തിന് വന്ന് നമ്മളുടെ ബേക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മളെ മുന്നിൽ കൊണ്ടുപോയി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് പൈസ കൊടുക്കാനുള്ള ആൾക്കാർ നമ്മളിങ്ങനെ ചോദിക്കല്ല. ആർക്കെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ പറയണോ. അപ്പോ വായ്പ വാങ്ങിയതൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും.
എന്നാൽ ഇതിൽ തന്നെ നമ്മൾ കടമുള്ള കുറെ ആൾക്കാരുണ്ട്. എങ്ങനെ ആ കടം? സക്കാത്ത് എന്ന് പറയുന്ന ഒരു കടമുണ്ട്. അത് ഈ കിടക്കുന്ന ആൾക്കേ അറിയുള്ളൂ. അത് എത്രയായിരുന്നു കൊടുക്കേണ്ടതെന്ന് പിന്നെ ഒരു കണക്കും അതിനുണ്ടാവില്ല. അത് ജീവിച്ചിരിക്കുന്ന കാലത്തെ ആ കടം നമുക്ക് കിട്ടാനാവും. പക്ഷെ നമ്മൾ കൊടുത്തത്, വാങ്ങിയത്, വായ്പ വാങ്ങിയതൊക്കെ അതൊക്കെ പിന്നെ ഒരു പറയും ഇത്ര എനിക്ക് കിട്ടാനുണ്ട്. പക്ഷെ സക്കാത്തിന്റെ കടം ഒരാൾക്ക് വന്നിട്ട് എനിക്ക് ഇത്ര പൈസ ഇയാളെടുക്കുന്നത് സക്കാത്ത് കിട്ടാനുണ്ടെന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ആ കടം അവിടെ കടമായിട്ട് കിടക്കും. അതുകൊണ്ടാണ് അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഓരോരുത്തരും കണക്കുകൂട്ടി എന്റെ വരുമാനം എന്താണെന്ന് എനിക്ക് അറിയാം, അത് കൃത്യമായി കണക്കുകൂട്ടി അതിന്റെ ശതമാനം കണക്കുകൂട്ടി അത് കൃത്യമായി ഏൽപ്പിക്കണം എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഉള്ളത് കൃത്യമായ സൂക്ഷ്മത ഉണ്ടാവണം. എവിടുന്ന്, ഞാൻ ആദ്യം പറഞ്ഞ ആ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. മിൻ ഐനക്തസബ, എവിടുന്നൊക്കെയാണ് ഇത് സമ്പാദിച്ചത്? ആൾക്കാർ സമ്പാദിക്കാൻ വേണ്ടി ഓടുകയാണ്. അതിന് മനുഷ്യന്റെ ജീവൻ എടുത്തു കളയുന്ന ലഹരി പദാർത്ഥങ്ങളായാലും മാരകമായ മയക്കുമരുന്നുകളായാലും എന്ത് ആയാലും വേണ്ടില്ല, മനുഷ്യന്മാർക്ക് ദീപസ്തംഭം മഹാശരീരം നമുക്കും കിട്ടണം പണം എന്നതാണ്. എന്ത് വിഷം വിറ്റിട്ടായാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നാണ് മനുഷ്യന്മാർ ചിന്തിക്കുന്ന ഒരു കാലത്ത് എവിടുന്നാണ് എൻ്റെ വരുമാനം, അതിൻ്റെ സോഴ്സ് എന്താണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് ഞാനിത് ചെലവഴിക്കുന്നത്, അതും നമ്മൾ കൃത്യമായി നമ്മളുടെ മനസ്സിലുണ്ടാവണം. ഈ രണ്ട് ചോദ്യങ്ങൾ, എവിടുന്ന് കിട്ടുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു, ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവണം. നാളെ പടച്ചോൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ ഇടപാടുകളിലും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധിയോടുകൂടി ജീവിക്കാൻ, റബ്ബിലേക്ക് സമാധാനത്തോടുകൂടി മടങ്ങാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിന്റെ രാവുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആ ലൈലത്തുൽ ഖദ്റിന്റെ മഹാസൗഭാഗ്യം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഐക്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം നമുക്ക് നീക്കിത്തരുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, ഗസയിലൊക്കെ ഇന്നും മനുഷ്യന്മാർ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ അന്യ നാട്ടുകാരെ പോലെ, എവിടുന്നോ വന്ന മനുഷ്യന്മാരെ പോലെ ജീവിക്കേണ്ടി വന്ന കുറേ മനുഷ്യന്മാർ, നിങ്ങളടക്കമുള്ള ആളുകൾ, അല്ലാഹു അവർക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുകയും അവർക്കെതിരെയുള്ള എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ കളക്ഷൻ നമ്മളുടെ ഇന്നത്തെ ഈ പള്ളി പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ്. എല്ലാവരും കഴിയുന്ന തരത്തിലെല്ലാം സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മൾ ഈ റമദാനിന്റെ തുടക്കം മുതൽ ഒരുപാട് കളക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആ കൊടുത്തതൊന്നും ഇപ്പോൾ ആദ്യത്തെ കളക്ഷൻ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ബക്കറ്റിൽ നമ്മളും 100 ഇട്ടിട്ടുണ്ടാവും. നമ്മൾ ആ കൊടുത്തത് എന്തിനാന്ന് പോലും നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ പടച്ചോൻ അത് മറക്കുന്നില്ല. അത് നാളെ നമ്മളുടെ ഖബറിലുണ്ടാവും. അപ്പോൾ ഈ പള്ളി നിലനിൽക്കാൻ വേണ്ടി, ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഒരു 100 രൂപ, ഒരു 500 രൂപ നിങ്ങൾ അതിലിട്ടാൽ, നമ്മളത് മറന്നാലും ആ കൊടുത്തത് നമ്മൾ മറന്നാലും റബ്ബിന്റെ രേഖയിൽ അതുണ്ട്. നാളെ നമുക്കത് കൃത്യമായിട്ട് കാണാം. അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ഉപജീവനങ്ങളിൽ, നമ്മളുടെ ജോലികളിലൊക്കെ വിശാലതയും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളുടെയൊക്കെ മക്കളെ അല്ലാഹു എല്ലാ സാമൂഹിക ലഹരി പോലെയുള്ള എല്ലാ വിപത്തുകളിൽ നിന്നും സാമൂഹിക തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളെ നാഥൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم توفنا مسلمين وألهكنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.